മഹാലക്ഷ്മി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഉണ്ണിയും പ്രതാപനും ആണെങ്കിൽ ആകെ വിഷമിച്ചിട്ട് എന്ത് ചെയ്യണമെന്നറിയാതെ സമനില തെറ്റിയ പോലെ നിൽക്കുകയാണ് കേട്ടോ. അതേസമയം ഡോക്ടറും ഒരു സിസ്റ്ററും കൂടി വരികയാണ്. അത് കണ്ടതും പ്രതാപനും ഉണ്ണിയും പോയിട്ട് ചോദിക്കുകയാണ്, ഞങ്ങളുടെ കരുണമോൾക്ക് എങ്ങനെയുണ്ട് എന്നിങ്ങനെ ചോദിക്കുകയാണ്. നിങ്ങൾ ആദ്യം ഒരു കാര്യം ചെയ്യേ, നിങ്ങളുടെ മോളെയെങ്കിലും രക്ഷപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് പറയുകയാണ്. എന്താ ഞങ്ങളുടെ മോളോ? അപ്പം ഞങ്ങളുടെ കുഞ്ഞോ ചോദിക്കുകയാണ്. കുഞ്ഞ് ഇവിടെ വരുന്നതിന് മുമ്പേ നിങ്ങളുടെ കുഞ്ഞ് മരിച്ചു എന്നിങ്ങനെ പറയുന്നു. അത് കേൾക്കുമ്പോൾ ഉണ്ണിക്ക് ആകെ എന്ത് ചെയ്യണം, സമനില തെറ്റിയ പോലെ ആവണിട്ട്. എന്താ ഡോക്ടറെ ഈ പറഞ്ഞത് എന്ന് ചോദിക്കുകയാണ്. അതെനിക്കറിയില്ല, അത് നിങ്ങളാണ് പറയേണ്ടത്. നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക. കാരണം കരുണ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക. ആ കുട്ടി ഇപ്പോൾ വെൻറ്റിലേറ്ററിലാണ്, ഒരു കോമ സ്റ്റേജിലാണ്. ആ കുട്ടിക്ക് എന്ത് ചെയ്യണമെന്ന് പോലും പ്രതികരിക്കാനോ ഒന്നിനും കഴിയാത്തൊരവസ്ഥയിലാണ്. ആ കുട്ടിയുടെ വയറ്റിനകത്ത് എന്തോ ഒരു വിഷം ചെന്നിട്ടുണ്ട്. അത് എന്താണെന്ന് നിങ്ങളാണ് പറയേണ്ടത്. ഇത് പോലീസ് കേസാക്കണം, പോലീസുകാർ വരും. അതിനു മുമ്പ് നിങ്ങൾ കാര്യങ്ങളെല്ലാം പറയണം. ഒരിക്കലും ഡോക്ടറോടും വക്കീലിനോട് നുണ പറയരുതെന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ എന്താ സംഭവിച്ചതെന്നുള്ള കാര്യം നിങ്ങൾ പറയണം എന്നിങ്ങനെ പറയണം കേട്ടോ. ഞങ്ങളുടെ കുഞ്ഞിന് എന്ത് പറ്റി എന്നിങ്ങനെ ചോദിക്കണം. നിങ്ങളുടെ കുഞ്ഞ് പോയി, ഇനിയും നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവുന്നില്ലേ? ആ കുഞ്ഞ് ഇവിടെ വരുന്നതിന് മുമ്പേ മരിച്ചു പോയി എന്നിങ്ങനെ ഡോക്ടർ പറയണം കേട്ടോ. അതിനുശേഷം ഡോക്ടറോട് ഇങ്ങനെ അതേസമയം പ്രതാപം ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ്, ഇനിയിപ്പോൾ ആരെന്ത് പറഞ്ഞിട്ടും കാര്യമില്ല, ഞങ്ങൾക്ക് ഞങ്ങളുടെ കുഞ്ഞിനെ ഒന്ന് കാണാൻ പറ്റുമോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. ഇല്ല, കാണാൻ പറ്റില്ല, കാരണം വെൻറ്റിലേറ്ററിലാണ് കിടക്കുന്നത്, ഇപ്പോൾ കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ ഇങ്ങനെ പോവാണ്. അതേസമയം പ്രതാപം പറയുന്നുണ്ട്, മുത്തശ്ശി പറഞ്ഞത് ഓർക്കുന്നുണ്ടല്ലോ, മറുമരുന്ന് കൊണ്ടുവന്ന് കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ മോൾക്ക് ശരിയാവും. പക്ഷേ അതെങ്ങനെ കൊടുക്കും? വെൻറ്റിലേറ്ററിലാണെങ്കിൽ ഡോക്ടർമാർ നേഴ്സുമാരും എല്ലാം ഉണ്ടാവും, കൊടുക്കാൻ പറ്റില്ല. എന്ത് ചെയ്യണം എന്നറിയാതെ പ്രതാപനാകെ മാനസിക വിഷമത്തിൽ നിൽക്കുകയാണ് കേട്ടോ. അതേസമയം ഉണ്ണി സമനില തെറ്റിയ പോലെ ചോദിക്കുകയാണ്, ഇതിനാണോ അങ്കിളെ നിങ്ങൾ കരുണമോളെ കൊണ്ടുപോയത്? എൻ്റെ കുഞ്ഞിനെ കളയാൻ വേണ്ടിയിട്ടാണോ നിങ്ങൾ കൊണ്ടുപോയത് എന്നിങ്ങനെ ചോദിക്കുകയാണ്. അതേസമയം പ്രതാപം പറയുന്നത്, ഞാൻ അന്നും പറഞ്ഞതാണ് അവളോട്, നീ ഒരു ഗർഭിണിയായിരിക്കുകയാണ്, അവൾക്ക് വേണ്ടി ഒന്നും ചെയ്യണ്ട എന്ന് പറഞ്ഞതാണ് എന്നിങ്ങനെ പറയണം. അതേസമയം പ്രതാപം അങ്ങനെ പറയണം, നീ പറഞ്ഞില്ലേ അവൾ ശരിക്കും ഒരു ദൈവത്തിൻ്റെ അവതാരം തന്നെയാണ്, അവൾക്ക് വേണ്ടി ആരെന്ത് ചെയ്തു കഴിഞ്ഞാലും അവർ നശിക്കും, അത് ഉറപ്പായ കാര്യമാണ് എന്നിങ്ങനെ പറയണം. പിന്നീട് അവർ രണ്ടുപേരും സമനില തെറ്റിയ പോലെ നിൽക്കുകയാണ്. എന്ത് ചെയ്യണമെന്നറിയാതെ ഇങ്ങനെ അവരവിടെ നിൽക്കുകയാണ് കേട്ടോ. അതേസമയം മഞ്ജു കമലേശ്വരത്തേക്ക് വരികയാണ്. കമലേശ്വരത്തേക്ക് വരുന്നത് കാണുമ്പോഴേ ദുർഗയ്ക്ക് ദേഷ്യം വരികയാണ് കേട്ടോ. മഞ്ജു വന്നതും കണ്ണനോട് ഇങ്ങനെ പറയുകയാണ്, സാഗറേട്ടനെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്, കണ്ണേട്ടനല്ലാതെ എന്നെ വേറെ ആരും സഹായിക്കാനില്ല എന്നിങ്ങനെ പറയുമ്പോൾ ദുർഗ ആട്ടി പറഞ്ഞയക്കുകയാണ്, നീ എന്തിനാടി ഇവിടെ വന്നത്? ഇവിടുന്ന് ഇറങ്ങിപ്പോടി, നിന്നോട് ആരാടി ഇവിടെ വരാൻ പറഞ്ഞത് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ മഞ്ജു പറയുന്നുണ്ട്, ഞാൻ പോകാം, ഞാൻ കണ്ണേട്ടനോ അല്ലെങ്കിൽ ഏടത്തിയമ്മോ അവരാരെങ്കിലും പറയണം, എന്നാലേ ഞാൻ പോകും. നിങ്ങൾക്കെന്താ ഈ വീട്ടിൽ അധികാരം? എൻ്റെ എല്ലാ കാര്യങ്ങളും സാഗറാണ് എനിക്ക് മേഘൻ്റെ കാര്യങ്ങൾ ഓരോന്നോരോന്നായിട്ട് പറഞ്ഞു തന്നത്. ആ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞാനിവിടെ വന്ന് പറഞ്ഞപ്പോഴും അമ്മ വിശ്വസിച്ചില്ല. അമ്മയുടെ ഒരൊറ്റ നിർബന്ധം കാരണമാണ് എൻ്റെ ജീവിതം ഇങ്ങനെയായത്. അതിന് വേറെ ആരുമല്ല, എൻ്റെ സാഗറേട്ടൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. കണ്ണേട്ട അവിടെ നിന്ന് നല്ല മാനം മര്യാദയ്ക്ക് ജോലി എടുക്കുകയായിരുന്നു. വൈദ്യരുടെ അവിടെ നിൽക്കുമ്പോൾ മേഘന അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ മേഘന ഏതോ കഞ്ചാവ് കാര്യങ്ങൾ എന്തോ അതിനകത്ത് വെച്ചിട്ട് സാഗറിനെ കുടുക്കിയതാണ്. ഇനി ഞാൻ എന്ത് ചെയ്യും? എന്നെ രക്ഷിക്കാൻ കണ്ണേട്ടന് മാത്രമേ കഴിയുള്ളൂ, വേറൊരാൾക്കും കഴിയില്ല എന്ന് കരഞ്ഞുകൊണ്ട് മഞ്ജു പറയണം കേട്ടോ. എല്ലാത്തിനും കാരണം എൻ്റെ അമ്മയാണ്. ആ അമ്മയ്ക്ക് മാത്രമേ എന്നെ ഈ തരത്തിലാക്കാൻ പറ്റുള്ളൂ. പക്ഷേ എൻ്റെ ഏടത്തിയമ്മയും ഏട്ടനും എന്നെ കൈവിട്ട് കഴിഞ്ഞാൽ എനിക്ക് വേറൊരു ആശ്രയമില്ല, എനിക്ക് സാഗറേട്ടൻ മാത്രമേ ഉള്ളൂ എനിക്ക് ഇപ്പോഴെന്ന് മഞ്ജു ഇങ്ങനെ കരഞ്ഞുകൊണ്ട് കണ്ണനോട് പറയും.